എൻ്റെ പേര് റിച്ചാർഡ്. ഹിമാലയൻ താഴ്വരകളിൽ വഴിതെറ്റി നരഭോജികളായി മാറിയ മൃഗങ്ങളെ തേടിയുള്ള എൻ്റെ യാത്രകളിൽ എനിക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമുണ്ട്. യാതൊരു മൃഗവും സ്വാഭാവികമായി നരഭോജിയാകുന്നില്ല. മനുഷ്യനേക്കാൾ വളരെ വേഗത്തിലോടുന്ന കരുത്തുറ്റ ഇരകളെ വേട്ടയാടാൻ കഴിവുള്ളവരാണ് കാട്ടിലെ കടുവകൾ. എന്നാൽ അവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ക്ഷമത നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവിക ഇരകളെ വേട്ടയാടാൻ കഴിയാതെ വരികയും ജീവൻ നിലനിർത്താൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന മനുഷ്യനെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം രുദ്രഗിരി എന്ന മലയോര ഗ്രാമത്തിൽ വെച്ചാണ് എനിക്ക് വീണ്ടും ബോധ്യപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലുള്ള അതിമനോഹരമായ ഒരു പ്രദേശമാണ് രുദ്രഗിരി. കുത്തനെയുള്ള മലഞ്ചെരിവുകളും ഇടതൂർന്ന പൈൻ ഓക്ക് മരങ്ങളും നിറഞ്ഞ പ്രദേശം. എന്നാൽ ആ ഗ്രാമത്തിലേക്ക് കഴിഞ്ഞ 6 മാസമായി പുറത്തുനിന്നും ആരും പോകാറില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ഗ്രാമീണർ വീടുകളിൽ കയറി വാതിലടയ്ക്കും. കാരണം ആ പൈൻ കാടുകൾക്കിടയിൽ എവിടെയോ ഒരു കൊടിയ നരഭോജി പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. 32 മനുഷ്യജീവനുകളാണ് 6 മാസം കൊണ്ട് അവരെ നഷ്ടപ്പെട്ടത്. അതൊരു പൂർണ്ണ വളർച്ചയെത്തിയ പെൺകടുവയായിരുന്നു. മറ്റ് നരഭോജികളിൽ നിന്നും അവളെ വ്യത്യസ്തയാക്കിയത് അവളുടെ വേട്ടയാടും രീതിയാണ്. രാത്രിയുടെ ഇരുളിൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നതിനു പകരം പട്ടാപ്പകൽ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാനും പുല്ലെരിയാനും പോകുന്ന ഗ്രാമീണരെയാണ് അവൾ ലക്ഷ്യം വെച്ചിരുന്നത്. യാതൊരു ശബ്ദവുമില്ലാതെ അവൾ വരും, ഇരയെ പിടിക്കും, വളരെ വേഗത്തിൽ കാട്ടിലേക്ക് മറയും. ഈ നരഭോജിയെ വെടിവെച്ചു കൊല്ലാൻ ഗവൺമെൻറ് എന്നെ ചുമതലപ്പെടുത്തി. നവംബർ മാസത്തിലെ കനത്ത തണുപ്പിൽ ജീപ്പ് പോകാൻ കഴിയുന്ന അവസാനത്തെ റോഡും കഴിഞ്ഞ് കുത്തനെയുള്ള മലമ്പാതയിലൂടെ നടന്നാണ് ഞാൻ രുദ്രഗിരിയിൽ എത്തിച്ചേർന്നത്. യാത്രയിലുടനീളം കാട് തികച്ചും നിശബ്ദമായിരുന്നു. ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള പഴയ ഗസ്റ്റ് ഹൗസിന് മുൻപിൽ ഗ്രാമത്തലവനായ രാംസിംഗും കുറച്ചു ഗ്രാമീണരും എന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അനാവശ്യമായ കരച്ചിലുകളോ ബഹളങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. മരണം അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നുവെന്ന് അവരുടെ മുഖത്തെ ഭാവങ്ങൾ വ്യക്തമാക്കി. റിച്ചാർഡ് സാബ്, ആ നരഭോജി ഇന്നലെയും ഒരു ജീവനെടുത്തു. യാതൊരു മുഖവുരയുമില്ലാതെ രാംസിംഗ് എന്നോട് പറഞ്ഞു. എവിടെ വെച്ചായിരുന്നു? ആരാണ് കൊല്ലപ്പെട്ടത്? ഞാൻ എൻ്റെ ബാക്ക് പാക്ക് താഴെ വെച്ചുകൊണ്ട് ചോദിച്ചു. ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ടു താഴെയുള്ള അരുവിയിൽ വെള്ളമെടുക്കാൻ പോയതാണ് മാധവൻ എന്നൊരു പയ്യൻ. ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക്. കൂടെയുണ്ടായിരുന്നവർ നോക്കി നിൽക്കെയാണ് നരഭോജി അവനെ കൊണ്ടുപോയത്. ഞങ്ങൾ കൂട്ടമായി പോയി നോക്കിയപ്പോൾ കുറച്ച് രക്തപ്പാടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഒരു ഇരയെ പിടിച്ചാൽ അത് മുഴുവൻ തിന്നു തീർക്കാൻ ഒരു കടുവയ്ക്ക് 2-3 ദിവസമെടുക്കും. എന്നാൽ ഇന്നലെ ഇരയെ പിടിച്ച കടുവ വീണ്ടും ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മൃഗം മനുഷ്യമാംസത്തിന് അത്രയധികം അടിമപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവൾ കൊല്ലുന്നത് കേവലം വിശപ്പടക്കാൻ മാത്രമല്ല. ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ വരാന്തയിലെ കസേരയിലേക്കിരുന്നു. ഒരു ഗ്രാമീണൻ നൽകിയ ചൂടുള്ള ചായ കുടിച്ചുകൊണ്ട് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും നരഭോജിയുടെ സഞ്ചാര വഴികളെക്കുറിച്ചും രാംസിംഗിനോട് ചോദിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഗസ്റ്റ് ഹൗസിന് പുറകിലുള്ള പൈൻ കാടുകളിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരു നിലവിളി ഉയർന്നു. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ചു കൊണ്ടുവന്ന ആ കരച്ചിൽ ഒരു മൃഗത്തിൻ്റെ ആക്രമണം നേരിടുന്ന മനുഷ്യൻ്റേതാണെന്ന് ഒരു വേട്ടക്കാരനായ എനിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഗ്രാമീണർ വേഗത്തിൽ ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി വാതിലടച്ചു. ഇന്നലെ ഇരയെ പിടിച്ച നരഭോജി ഇന്ന് വീണ്ടും പട്ടാപ്പകൽ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഇര തേടി വന്നിരിക്കുന്നു. എനിക്ക് കൂടുതൽ ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഞാൻ വേഗത്തിൽ എൻ്റെ ഇരട്ടക്കുഴൽ റൈഫിൾ കയ്യിലെടുത്തു. അതിൽ 2 തിരകൾ നിറച്ചു. തോക്കിൻ്റെ സേഫ്റ്റി ക്യാച്ച് മാറ്റി ഗസ്റ്റ് ഹൗസിൻ്റെ മതിൽ ചാടിക്കടന്ന് ആ നിലവിളി കേട്ട പൈൻ കാടുകൾ ലക്ഷ്യമാക്കി ഞാൻ ഓടി. ആ സ്ത്രീയെ ജീവനോട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ആ നരഭോജിയെ നേരിൽ കാണാനും അതിനെ തടയാനുമുള്ള ആദ്യത്തെ അവസരം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാടിൻ്റെ ഇരുട്ടിലേക്ക് എൻ്റെ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലുള്ള ഒരു പ്രദേശത്തു കൂടി കയ്യിലൊരു ഭാരമുള്ള റൈഫിളും പിടിച്ച് ഓടുക എന്നത് ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് അവിടെ വളരെ കുറവാണ്. എങ്കിലും എൻ്റെ കാലുകൾ നിന്നില്ല. പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ കാട്ടിലേക്ക് ഞാൻ ഓടിക്കയറി. ആ കാടിൻ്റെ തണുത്തുറഞ്ഞ വായുവിൽ അപ്പോഴും
ആ സ്ത്രീയുടെ നിലവിളിയുടെ മാറ്റുലി തങ്ങി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ആ ഒറ്റ കരച്ചിലിന് ശേഷം കാട് തികച്ചും നിശബ്ദമായിരുന്നു. ഏതാണ്ട് 200 മീറ്ററോളം കാടിനുള്ളിലേക്ക് ഓടിയ ഞാൻ വലിയൊരു പൈൻ മരത്തിൻ്റെ തായ്തടിക്ക് പിന്നിലേക്ക് ചേർന്നു നിന്നു. ശ്വാസം നേരെയാക്കിയ ശേഷം ഞാൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. ഉണങ്ങിയ പൈൻ സൂചികൾ നിലത്ത് പരവതാനി പോലെ വീണ് കിടപ്പുണ്ട്. അതിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നരഭോജിക്ക് എളുപ്പത്തിൽ കേൾക്കാൻ കഴിയും എന്നതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് ചുവടുകൾ വെച്ചത്. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ ആ ആക്രമണം നടന്ന സ്ഥലം ഞാൻ കണ്ടെത്തി. അവിടെ നിലത്ത് വിറക് വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇരുമ്പരിവാളും ഉണങ്ങിയ വിറകുകൾ കെട്ടിവെച്ച വലിയൊരു കെട്ടും കിടപ്പുണ്ടായിരുന്നു. അവിടെ നിലത്തെ ഉണങ്ങിയ ഇലകൾ വല്ലാതെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിനടുത്തായി തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള രക്തത്തുള്ളികൾ പൈനിലകളിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ചോരത്തുള്ളികളും ശരീരം വലിച്ചു കൊണ്ടുപോയപ്പോൾ പുല്ലുകൾ ഒടിഞ്ഞു കിടക്കുന്നതും നോക്കി ഞാൻ ആ നരഭോജിയെ പിന്തുടരാൻ തുടങ്ങി. വളരെ സാവധാനം എൻ്റെ റൈഫിളിൻ്റെ കാഞ്ചിയിൽ വിരൽ വെച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. തന്നെ പിന്തുടരുന്ന വേട്ടക്കാരനെ കബളിപ്പിക്കാനും പുറകിലൂടെ വന്ന് ആക്രമിക്കാനും കടുവകൾക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ ചുറ്റുമുള്ള മരങ്ങൾക്കിടയിലും പാറക്കെട്ടുകളിലും ഒരുപോലെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 100 മീറ്റർ കൂടെ ഉള്ളിലേക്ക് പോയപ്പോൾ വലിയൊരു റിങ്കാൽ മുളങ്കൂട്ടത്തിന് സമീപം ഞാൻ ആ കാഴ്ച കണ്ടു. അവിടെ ആ പാവം സ്ത്രീയുടെ ചേതനയറ്റ ശരീരം കിടപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കാൽച്ചുവടുകളുടെ ശബ്ദം കേട്ടതുകൊണ്ടോ ആ നരഭോജി ഇരയെ ഉപേക്ഷിച്ച് കാട്ടിനുള്ളിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാൻ ചുറ്റും തോക്കുമായി നിരീക്ഷിച്ച ശേഷം അവരുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അപ്പോഴാണ് ആ നരഭോജിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. സാധാരണയായി കടുവകൾ ഇരയെ കൊല്ലുന്നത് കഴുത്തിന് പിന്നിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ ദംഷ്ട്രകൾ അമർത്തി ഒറ്റയടിക്ക് ശ്വാസം മുട്ടിച്ചാണ്. ഇത്തരം ആക്രമണങ്ങളിൽ 2 വലിയ ദംഷ്ട്രകൾ ഇറങ്ങിയ ആഴത്തിലുള്ള മുറിവുകൾ ഇരയുടെ കഴുത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഈ സ്ത്രീയുടെ കഴുത്തിൽ അത്തരം കൃത്യമായ മുറിവുകൾ ഉണ്ടായിരുന്നില്ല. പകരം അവരുടെ കഴുത്തും തൊണ്ടയുടെ ഭാഗവും പൂർണ്ണമായും ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. ഇതെനിക്ക് വലിയൊരു സൂചന നൽകി. ഈ നരഭോജിയുടെ പല്ലുകൾക്ക്, പ്രത്യേകിച്ച് ഇരയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന നീണ്ട ദംഷ്ട്രകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വേട്ടയാടുന്നതിനിടയിൽ ആ പല്ലുകൾ ഒടിഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ പ്രായം കാരണം കൊഴിഞ്ഞു പോയതാകാം. മുൻനിരയിലെ പല്ലുകൾ നഷ്ടപ്പെട്ട ഒരു കടുവയ്ക്ക് മാൻ, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ അതിവേഗത്തിലോടുന്ന കട്ടകട്ടിയുള്ള തൊടിയുള്ള മൃഗങ്ങളെ കഴുത്തരി പിടിച്ച് ഒറ്റയടിക്ക് കൊല്ലാൻ കഴിയില്ല. മൃഗങ്ങളുടെ കട്ടിയുള്ള പേശികൾ തുളയ്ക്കാൻ അവയ്ക്ക് സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവയ്ക്ക് കടുത്ത പട്ടിണി നേരിടും. ജീവൻ നിലനിർത്താൻ വേറെ വഴിയില്ലാതെ വരുമ്പോൾ യാതൊരു പ്രതിരോധശേഷിയുമില്ലാത്ത, തൊലിക്ക് കട്ടി കുറഞ്ഞ, വേഗത്തിലോടാൻ കഴിയാത്ത മനുഷ്യൻ അവയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള ഇരയായി മാറുന്നു. ഈ കടുവ ഒരു നരഭോജിയായി മാറാൻ കാരണം ഈ പല്ലുകളുടെ പ്രശ്നമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു. എൻ്റെ നിഗമനം ശരിയാണോ എന്നറിയാൻ ഞാൻ അവിടെ പതിഞ്ഞിരുന്ന ആ കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു. വളരെ വലിപ്പമുള്ള കാൽപ്പാടുകളായിരുന്നു അത്. 4 കാലുകൾക്കും യാതൊരു കുഴപ്പവുമില്ല. അവളുടെ നടത്തിൽ യാതൊരു വൈകല്യവുമില്ലെന്ന് ആ കാൽപ്പാടുകളുടെ ആഴം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പല്ലുകൾ നഷ്ടപ്പെട്ട, എന്നാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഓടാൻ കഴിയുന്ന വലിയൊരു പെൺകടുവ. ഇതാണ് രുദ്രഗിരിയിലെ ഗ്രാമീണരുടെ ജീവനെടുക്കുന്നത്. പെട്ടെന്ന് കാടിൻ്റെ താഴ്വരയിൽ നിന്നും കനത്ത കോടമഞ്ഞ് എൻ്റെ നേർക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഹിമാലയൻ കാടുകളിലെ മഞ്ഞ് വീഴ്ച വളരെ പെട്ടെന്നായിരിക്കും. നിമിഷനേരം കൊണ്ട് ആ പ്രദേശം മുഴുവൻ കനത്ത മഞ്ഞിൽ മൂടി. എൻ്റെ കാഴ്ചയുടെ പരിധി വെറും 10-15 അടിയിലേക്ക് ചുരുങ്ങി. ഈ മഞ്ഞിൽ നരഭോജിയെ പിന്തുടരുന്നത് അപകടമാണ്. കാരണം അവളുടെ ഘ്രാണശക്തിക്ക് എൻ്റെ ഗന്ധം വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാം. എന്നാൽ എനിക്കവളെ കാണാൻ കഴിയില്ല. അപ്പോഴാണ് മരങ്ങൾക്ക് മുകളിൽ നിന്നും കാട്ടിലെ കുരങ്ങന്മാരുടെ ഭയാനകമായ അലാറം കോൾ ഞാൻ കേട്ടത്. താഴെ അവയ്ക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ ആ നരഭോജി അവിടെ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വലിയൊരു പാറയുടെ മറവിലേക്ക് ചേർന്നു നിന്നു. കുറച്ചു നേരം ഞാൻ അവിടെ കാത്തിരുന്നു. എന്നാൽ കാറ്റെനിക്ക് അനുകൂലമായിരുന്നില്ല. എൻ്റെ ഗന്ധം കൃത്യമായി ലഭിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വെടിയൊച്ച കേട്ട് ശീതമുള്ളതുകൊണ്ടോ ആ നരഭോജി എന്നെ നേരിടാൻ വന്നില്ല. യാതൊരു ശബ്ദവുമില്ലാതെ അവൾ കാടിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് പിന്മാറി.
തൻ്റെ മുൻപിൽ നിൽക്കുന്നത് നിസ്സഹായനായ ഒരു ഗ്രാമീണനല്ല, മറിച്ച് തോക്കുമായി നിൽക്കുന്ന ഒരു വേട്ടക്കാരനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്കുണ്ടായിരുന്നു. ഇനി അവർ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഏത് നിമിഷവും ആ നരഭോജി തിരികെ വരാം. ഈ ശരീരവും അവിടെ ഉപേക്ഷിച്ച് എനിക്ക് മടങ്ങാൻ കഴിയില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കയറുകൊണ്ട് ആ ശരീരം സുരക്ഷിതമായി കെട്ടി ചുമരിലേറ്റി ഗ്രാമം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. വൈകുന്നേരത്തോടെ ഞാൻ ഗ്രാമത്തിൽ തിരിച്ചെത്തി. ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടതും അവരുടെ കുടുംബാംഗങ്ങളും ഗ്രാമീണരും വലിയ സങ്കടത്തിലായി. നാടകീയമായ രംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, മറിച്ച് എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു നിസ്സഹായതയായിരുന്നു. ഗ്രാമത്തലവൻ രാംസിംഗ് എൻ്റെ അടുത്തേക്ക് വന്നു. റിച്ചാർഡ് സാബ്, എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവളെ കണ്ടോ? അയാൾ ചോദിച്ചു. ഞാൻ അവളെ കണ്ടില്ല രാംസിംഗ്, പക്ഷേ അവളെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അവർക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാൽ അവളുടെ മുൻനിരയിലെ വലിയ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയാത്തതുകൊണ്ടാണ് അവൾ മനുഷ്യരെ പിടിക്കുന്നത്. പല്ലുകളില്ലാത്തതുകൊണ്ട് അവൾ ഇരയെ ചതച്ചാണ് കൊല്ലുന്നത്. ഞാൻ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക സാബ്? അവൾക്ക് കടുത്ത വിശപ്പുണ്ട്. ഇന്നത്തെ ഇരയെ അവൾക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൾ ഈ ഗ്രാമത്തിൻ്റെ അതിർത്തി വിട്ടു പോകില്ല. ഇന്ന് രാത്രിയോ നാളെയോ അവൾ വീണ്ടും ഗ്രാമത്തിലേക്ക് വരും. അതിനു മുൻപ് നമുക്കവളെ തടയണം. എനിക്ക് ഇരയായി നൽകാൻ നല്ല ആരോഗ്യവും ശബ്ദവുമുള്ള ഒരു പോത്തിൻകുട്ടിയെ വേണം. അവൾ പതിവായി വരുന്ന ആ കാട്ടരുവിക്കടുത്താണ് നമ്മളിതിനെ കെട്ടാൻ പോകുന്നത്. രാംസിംഗും ഗ്രാമീണരും അതിനെ സമ്മതിച്ചു. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളൊരു പോത്തിൻകുട്ടിയുമായി കാട്ടരുവിയുടെ അടുത്തേക്ക് തിരിച്ചു. എൻ്റെ പ്ലാൻ ലളിതമായിരുന്നു. പോത്തിൻകുട്ടിയെ തുറസായ സ്ഥലത്ത് കെട്ടിയിടുക. അതിനു മുകളിലായി വലിയൊരു ഓക്ക് മരത്തിൽ ഞാൻ ഏറുമാടം കെട്ടി കാത്തിരിക്കുക. മരത്തിൽ നിന്നും വെറും 15 അടി ഉയരത്തിലാണ് ഞാൻ ഏഴുമാടം നിർമ്മിച്ചത്. താഴെ നിന്നും നോക്കിയാൽ കാണാത്ത രീതിയിൽ ഇലകൾ കൊണ്ട് അത് മറച്ചു. വൈകുന്നേരം 4 മണിയോടെ ഞാൻ എൻ്റെ റൈഫിളും അവശ്യ സാധനങ്ങളുമായി ആ മരത്തിലേക്ക് കയറി. ഗ്രാമീണർ പോത്തിൻകുട്ടിയെ ഭദ്രമായി കെട്ടിയിട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി. സൂര്യൻ അസ്തമിച്ചു. കാടിൻ്റെ ഇരുട്ടിലേക്ക് ആ നരഭോജിയുടെ വരവും കാത്ത് ഞാൻ എൻ്റെ തോക്കുമായി വലിയൊരു കാത്തിരിപ്പ് തുടങ്ങുകയായിരുന്നു. സൂര്യൻ പൂർണ്ണമായും പശ്ചിമഘട്ട മലനിരകൾക്ക് താഴേക്ക് മടഞ്ഞു. കാടിൻ്റെ നിറം പതുക്കെ പച്ചയിൽ നിന്നും കടും ചാരനിറത്തിലേക്കും പിന്നീട് പൂർണ്ണമായ ഇരുട്ടിലേക്കും മാറി. ഹിമാലയൻ കാടുകളിലെ തണുപ്പ് എൻ്റെ കമ്പിളിക്കുപ്പായവും തുളച്ച് അസ്ഥികളെ കോച്ചാൻ തുടങ്ങിയിരുന്നു. ഇരുട്ട് വീണതോടെ കാട് പുതിയ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങി. രാത്രിഞ്ചരന്മാരായ പക്ഷികളുടെ കരച്ചിലും ചീവീടുകളുടെ തുടർച്ചയായ ശബ്ദവും ആ കാടിൻ്റെ അന്തരീക്ഷം കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റി. താഴെ കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ആ ശബ്ദം വലിയൊരു ആശ്വാസമാണ്. കാരണം ആ ശബ്ദം കേട്ടാണ് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള നരഭോജി ഇങ്ങോട്ടേക്ക് വരേണ്ടത്. മനുഷ്യൻ്റെ ഗന്ധം കാട്ടിലൂടെ നരഭോജിക്ക് ലഭിക്കാതിരിക്കാൻ കാട്ടിൻ്റെ ഗതിക്ക് വിപരീതമായാണ് ഞാൻ ഏറുമാടം കെട്ടിയിരുന്നത്. ഞാൻ ഒരില പോലും അനക്കാതെ ശ്വാസം വളരെ പതുക്കെ വിട്ട് ആ ഓക്ക് മരത്തിന് മുകളിലിരുന്നു. കടുവകൾക്ക് രാത്രിയിൽ കാഴ്ചശക്തിയും കേൾവിശക്തിയും അപാരമാണ്. എൻ്റെ ചെറിയൊരു അനക്കം മതി ആ നരഭോജിക്ക് എന്നെ തിരിച്ചറിയാൻ. രാത്രി ഏതാണ്ട് 8 മണിയായി കാണും. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിന്നിരുന്നു. മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ചന്ദ്രപ്രകാശം താഴെ കാട്ടരുവിയുടെ തീരത്തേക്ക് വളരെ വ്യക്തമായി വീഴുന്നുണ്ടായിരുന്നു. താഴെ കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി കുറച്ചു നേരമായി ശാന്തമായി ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാടിൻ്റെ ഒരു ഭാഗത്തു നിന്നും ആ ശബ്ദം മുഴങ്ങിയത്. ഭൗ ഭൗ ഭൗ. അതൊരു കാട്ടുമാൻ്റെ അലാറം കോളായിരുന്നു. കാട്ടുമാൻ അത്രയും ഭയത്തോടെ തുടർച്ചയായി കരയണമെങ്കിൽ വലിയൊരു വേട്ടക്കാരൻ അതിൻ്റെ തൊട്ടരികിലൂടെ നടന്നു പോയിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. ഞാൻ ഏറുമാടത്തിൽ പതുക്കെ മുൻപോട്ടാഞ്ഞ് എൻ്റെ റൈഫിൾ തയ്യാറാക്കി വെച്ചു. തോക്കിൻ്റെ കാഞ്ചിയിൽ വിരൽ മൃദുവായി സ്പർശിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാട്ടുമാൻ്റെ കരകരച്ചിൽ നിന്നു. അതോടെ കാട് വലിയൊരു നിശബ്ദതയിലേക്ക് വീണു. കാറ്റുപോലും അടിക്കുന്നത് നിന്നിരുന്നു. മൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ കഴിവ് മറ്റ് മൃഗങ്ങൾക്കാണ്. താഴെ കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി പെട്ടെന്ന് അസ്വസ്ഥനായി. അത് തൻ്റെ കയർ പൊട്ടിച്ചോടാൻ ശ്രമിക്കുകയും വലിയ ശബ്ദത്തിൽ കരയാൻ തുടങ്ങുകയും ചെയ്തു.
അതിൻ്റെ കണ്ണുകൾ കാട്ടരുവിയുടെ അക്കരെയുള്ള വലിയ കുറ്റിക്കാട്ടിലേക്ക് ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. എന്തോ ഒന്ന് ആ കുറ്റിക്കാട്ടിനുള്ളിലുണ്ട്. ഞാൻ തോക്കിൻ്റെ ഉന്നം ആ കുറ്റിക്കാട്ടിന് നേരെ തിരിച്ചു. ചന്ദ്രപ്രകാശത്തിൽ ആ കുറ്റിക്കാട്ടിലെ ഇലകൾ വകഞ്ഞു മാറ്റപ്പെടുന്ന ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആ ഇരുണ്ട കാട്ടിനുള്ളിൽ നിന്നും വലിയൊരു പെൺകടുവ പുറത്തേക്ക് ചുവടുവെച്ചു. രുദ്രഗിരിയെ ഭയപ്പെടുത്തുന്ന ആ നരഭോജി എൻ്റെ കൺമുന്നിൽ. നിലാവെളിച്ചത്തിൽ അവളുടെ വലിയ ശരീരം, പൂർണ്ണ ആരോഗ്യവതിയായ വലിയൊരു കടുവ. പോത്തിൻകുട്ടിയെ ലക്ഷ്യം വെച്ച് അവൾ വളരെ സാവധാനം മുൻപോട്ട് നടക്കാൻ തുടങ്ങി. പല്ലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾക്ക് ഇരയെ ഒറ്റയടിക്ക് കൊല്ലാൻ കഴിയില്ല എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് അവൾ ഓരോ ചുവടും വെച്ചത്. ഒരുപക്ഷെ ഇര പ്രതിരോധിച്ചാൽ അതിനെ വേഗത്തിൽ കീഴ്പ്പെടുത്താനുള്ള തന്ത്രം അവൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടാകാം. സാധാരണയായി കടുവകൾ ഇരയെ പിടിക്കുന്നത് കഴുത്തിന് പിന്നിൽ കടിച്ചു പിടിച്ചാണ്. അതിനായി അവൾ പോത്തിൻകുട്ടിയുടെ വശത്തേക്ക് നീങ്ങാൻ തുടങ്ങി. എനിക്ക് വെടിവെക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. അവൾ വശം തിരിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ നെഞ്ചിൻ കൂടിന്, ഷോൾഡർ ഏരിയ നേരെ കൃത്യമായി വെടിയുതിർക്കാൻ എനിക്ക് കഴിയും. ഒരൊറ്റ വെടിയുണ്ടയിൽ അവളുടെ ഹൃദയം തകർക്കാൻ കഴിഞ്ഞാൽ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കും. ഞാൻ തോക്കിൻ്റെ കാഞ്ചിയിൽ എൻ്റെ ചൂണ്ടുവിരൽ അമർത്തി. ഉന്നം കൃത്യമാണ്. അവർ പോത്തിൻകുട്ടിയുടെ മേലേക്ക് കുതിച്ചു ചാടാൻ വേണ്ടി തൻ്റെ പിൻകാലുകൾ മണ്ണിലുറപ്പിച്ച് ഒന്ന് പതുങ്ങി. ഇനി വെറും ഒരു നിമിഷം മാത്രം. എന്നാൽ കാടിൻ്റെ നിയമങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ്. അതുവരെ എൻ്റെ മുഖത്തേക്ക് വീശിക്കൊണ്ടിരുന്ന ആ തണുത്ത കാറ്റ് അപ്രതീക്ഷിതമായി ഗതിമാറി എൻ്റെ പുറകിൽ നിന്നും ആ കടുവ നിൽക്കുന്ന ഭാഗത്തേക്ക് വീശാൻ തുടങ്ങി. പ്രകൃതിയുടെ ആ ചെറിയ മാറ്റം ആ നരഭോജിക്ക് നൽകിയത് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. കാറ്റുമാറിയ ആ ഒരൊറ്റ സെക്കൻഡിൽ എൻ്റെ ഗന്ധം കാറ്റിലൂടെ അവളുടെ മൂക്കിലേക്ക് ഇരച്ചുകയറി. പോത്തിൻകുട്ടിയുടെ മേലേക്ക് കുതിക്കാൻ തയ്യാറെടുത്ത ആ നരഭോജി പെട്ടെന്ന് വായുവിൽ നിശ്ചലമായി. അവൾക്ക് കൃത്യമായി മനസ്സിലായി, തനിക്ക് മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ഇര വെറുമൊരു കെണിയാണെന്നും തന്നെ കൊല്ലാൻ ആയുധവുമായി ഒരു മനുഷ്യൻ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും. അവൾ പോത്തിൻകുട്ടിയിൽ നിന്നും ശ്രദ്ധ മാറ്റി. എന്നിട്ട് വളരെ പതുക്കെ തലയുയർത്തി ഞാനിരിക്കുന്ന ആ വലിയ ഓക്കുമരത്തിന് മുകളിലേക്ക് നോക്കി. ആ മരക്കൊമ്പുകൾക്കിടയിൽ ഞാൻ മറച്ചിരുന്ന ഏറുമാടത്തിലേക്ക് അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. കാടിൻ്റെ ആ നിശബ്ദതയിൽ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലുടക്കി. കാട്ടിലെ മൃഗങ്ങൾ സാധാരണയായി മരങ്ങൾക്ക് മുകളിലേക്ക് നോക്കാറില്ല. അവരുടെ കാഴ്ചകൾ എപ്പോഴും ഭൂമിക്ക് സമാന്തരമാണ്. എന്നാൽ മനുഷ്യനെ വേട്ടയാടി ശീലിച്ച ഒരു മൃഗത്തിന് മനുഷ്യൻ തന്നെ കൊല്ലാൻ മരത്തിന് മുകളിൽ കയറിയിരിക്കുമെന്ന ബുദ്ധി നന്നായി അറിയാമായിരുന്നു. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഞാൻ ഒട്ടും വൈകാതെ വെടിവെക്കാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ഉന്നം താഴേക്ക് ഒന്നുകൂടി മാറ്റുന്നതിന് മുൻപ് തന്നെ അവൾ എന്നെ നോക്കി വളരെ നേർത്ത ശബ്ദത്തിൽ ഒന്ന് ചീറ്റി. അതൊരു വലിയ അലർച്ചയായിരുന്നില്ല, മറിച്ച് ശത്രുവിനെ തിരിച്ചറിഞ്ഞുവെന്നുള്ള ഒരു അറിയിപ്പായിരുന്നു. അടുത്ത നിമിഷം ഒരൊറ്റ കുതിപ്പിന് അവൾ പുറകോട്ട് മാറി ആ കനത്ത കുറ്റിക്കാട്ടിൻ്റെ ഇരുട്ടിലേക്ക് അലിഞ്ഞു ചേർന്നു. എൻ്റെ വലിയൊരു തന്ത്രം ആ നരഭോജി നിസ്സാരമായി പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇനി അവൾ ഇന്ന് രാത്രി ഈ ഇരയെ തേടി തിരികെ വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ആ പാതിരാത്രിയിൽ മരത്തിൽ നിന്നും താഴെ ഇറങ്ങുന്നത് സുരക്ഷിതമായിരുന്നില്ല. ആ മരക്കൊമ്പിലിരുന്ന് കൊടും തണുപ്പിൽ ഞാൻ ആ രാത്രി മുഴുവൻ തള്ളി നീക്കി. നരഭോജികളായ ചില കടുവകൾക്ക് മരത്തിൽ കയറാനുള്ള കഴിവുണ്ട് എന്നതുകൊണ്ട് ഞാൻ പൂർണ്ണ ജാഗ്രതയിലായിരുന്നു. ഒടുവിൽ പ്രഭാതത്തിൻ്റെ വെളിച്ചം പരന്നപ്പോൾ ഞാൻ പതുക്കെ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. താഴെ കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ഭയം കാരണം തളർന്നു കിടക്കുകയായിരുന്നു. എങ്കിലും അതിന് മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ താഴെ പതിഞ്ഞ ആ നരഭോജിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു. അവിടെ കണ്ട കാഴ്ച എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. ഞാൻ ഇരുന്നിരുന്ന ആ വലിയ ഓക്ക് മരത്തിൻ്റെ തൊട്ടു താഴെ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ അവളുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് രാത്രിയിൽ എന്നെ കണ്ടയുടനെ അവൾ കാട്ടിലേക്ക് തിരികെ പോയിരുന്നില്ല. രാത്രിയുടെ ഏതോ ഒരു സമയത്ത് എൻ്റെ കണ്ണു വെട്ടിച്ച് അവൾ തിരികെ വരികയും ഞാനിരിക്കുന്ന മരത്തിൻ്റെ താഴെ വന്ന് എന്നെ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾക്ക് മരത്തിൽ കയറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ഇനി ഈ പോത്തിൻകുട്ടിയെ വെച്ചുള്ള കളിയിൽ യാതൊരു അർത്ഥവുമില്ല. തൻ്റെ മുൻനിരയിലെ പല്ലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൾ പഴയതുപോലെ ഒരു ഇരയെ വേട്ടയാടാൻ ശ്രമിക്കില്ല. മനുഷ്യൻ കെട്ടിയിരുന്ന ഇരകളെ അവൾ എളുപ്പത്തിൽ തിരിച്ചറിയും.
രാവിലെ 8 മണിയോടെ രാംസിംഗും ഗ്രാമീണരും അവിടെ എത്തി. ഞാൻ പോത്തിൻകുട്ടിയെ അവരുടെ കൂടെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു. സാബ്, അവൾ വന്നോ? വെടിയൊച്ച കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? രാംസിംഗ് ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ വന്നു രാംസിംഗ്, പക്ഷേ കാറ്റിൻ്റെ ഗതി മാറിയതുകൊണ്ട് അവൾ എന്നെ തിരിച്ചറിഞ്ഞു. അവളിനി ഇങ്ങനെയൊരു കെണിയിലേക്ക് ഒരിക്കലും വരില്ല. അവരുടെ ബുദ്ധി നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതലാണ്. നമ്മൾ പോയി അവളെ അവരുടെ മടയിൽ ചെന്ന് കണ്ടുപിടിക്കണം. അതല്ലാതെ വേറെ വഴിയില്ല, ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു. അവരുടെ മടയോ? സാബ്, അത് രുദ്രഗിരിയിലെ ഏറ്റവും വലിയ കൊക്കയായ കരിമ്പാറ താഴ്വരയിലായിരിക്കും. കരിങ്കൽ ഗുഹകൾ നിറഞ്ഞ കൊടും കാടാണത്. അവിടെ പോയി അവളെ വേട്ടയാടുക എന്നത് അസാധ്യമാണ്, രാംസിംഗ് ഭയത്തോടെ പറഞ്ഞു. വേറെ വഴിയില്ല രാംസിംഗ്. ഇന്ന് ഞാൻ കരിമ്പാറ താഴ്വരയിലേക്ക് പോവുകയാണ്. ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കണം. എൻ്റെ റൈഫിളിൽ പുതിയ വെടിയുണ്ടകൾ നിറച്ച് ആ നരഭോജിയുടെ മടയായ കരിമ്പാറ താഴ്വര ലക്ഷ്യമാക്കി ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. രുദ്രഗിരിയിലെ ഏറ്റവും അപകടകരമായ പകൽ തുടങ്ങുകയായിരുന്നു. കരിമ്പാറ താഴ്വരയിലേക്കുള്ള യാത്ര എൻ്റെ ജീവൻ പണയം വെച്ചുള്ള വലിയൊരു ചൂതാട്ടമായിരുന്നു. രുദ്രഗിരിയുടെ ഹൃദയഭാഗത്തുള്ള ആ വലിയ ഗർത്തം ഹിമാലയത്തിലെ ഏറ്റവും ഭയാനകമായ ഇടങ്ങളിലൊന്നാണ്. മലമുകളിൽ നിന്നും ഏതാണ്ട് 1000 അടിയോളം താഴേക്ക് കുത്തനെ കിടക്കുന്ന ഈ താഴ്വരയിലേക്ക് ഇറങ്ങുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആത്മവിശ്വാസം തകർക്കുന്ന കാര്യമാണ്. എങ്കിലും എൻ്റെ റൈഫിളും വേട്ടക്കത്തിയും കയ്യിലെടുത്ത് മരണത്തിൻ്റെ മണം തളം കെട്ടി നിൽക്കുന്ന ആ നരഭോജിയുടെ സാമ്രാജ്യത്തിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചു. താഴേക്കിറങ്ങും തോറും അന്തരീക്ഷത്തിൻ്റെ താപനില വല്ലാതെ കുറഞ്ഞുകൊണ്ടിരുന്നു. കാടിൻ്റെ സാധാരണ ശബ്ദങ്ങളായ പക്ഷികളുടെ ചിലക്കരോ ചീവീടുകളുടെ കരച്ചിലോ അവിടെ കേൾക്കാനില്ലായിരുന്നു. പകരം കരിങ്കൽ പാറകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം മാത്രം ആ താഴ്വരയിൽ മാറ്റൊലിക്കൊണ്ടു. നിശബ്ദതയ്ക്ക് ഇത്രയും ഭാരമുണ്ടാകുമെന്ന് ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞത്. ഓരോ ചുവടുവെപ്പും വളരെ സൂക്ഷിച്ചായിരുന്നു. ഉണങ്ങിയ ഒരു ഇലയോ ചെറിയൊരു മരക്കൊമ്പോ ഒടിഞ്ഞാൽ അത് ആ ഗർത്തത്തിൽ വലിയൊരു ഇടിമുടക്കം പോലെ കേൾക്കും. ഒടുവിൽ ഞാൻ ആ താഴ്വരയുടെ അടിത്തട്ടിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയതും എൻ്റെ മൂക്കിലേക്ക് അഴുകിയ മാംസത്തിൻ്റെ കൊടിയ ഗന്ധം തുളച്ചു കയറി. ആ ഗന്ധം പിടിച്ചു ഞാൻ തോക്ക് നെഞ്ചോട് ചേർത്ത് പതുക്കെ മുന്നോട്ട് നടന്നു. അല്പദൂരം പിന്നിട്ടപ്പോൾ വലിയൊരു പാറഗുഹയുടെ മുൻപിലേക്കാണ് ഞാൻ ചെന്നെത്തിയത്. അവിടെ കണ്ട കാഴ്ച എൻ്റെ സിരകളെ തണുപ്പിച്ചു. ഗുഹയുടെ കവാടത്തിന് ചുറ്റും നിരവധി മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. കീറിയ വസ്ത്രങ്ങൾ, കുപ്പിവളപ്പൊട്ടുകൾ, ഒരു കൊച്ചുകുട്ടിയുടെ ചെരുപ്പ്. രുദ്രഗിരിയിൽ നിന്നും ആ നരഭോജി പിടിച്ചുകൊണ്ടുപോയ മനുഷ്യരുടെ ബാക്കിപത്രങ്ങൾ. ഒരു വേട്ടക്കാരനായി ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഇത്രയും ക്രൂരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അവൾ വെറും വിശപ്പടക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു പിശാചിനെ പോലെ മനുഷ്യരെ വേട്ടയാടുകയായിരുന്നു. ഞാൻ വളരെ ജാഗ്രതയോടെ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കി. പ്രവേശന കവാടത്തിലുള്ള പാറയിൽ ഉണങ്ങാത്ത ചോരപ്പാടുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നരഭോജി ഇതിനുള്ളിൽ തന്നെ ഉണ്ടെന്ന്. ഇന്നലെ അവൾ പിടിച്ച ഇരയെ തിന്നാൻ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവൾ വലിയ ദേഷ്യത്തോടെ ഗുഹയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഗുഹയുടെ ഉള്ളിലേക്ക് കയറി അവളെ നേരിടുക എന്നത് വലിയ മണ്ടത്തരമാണ്. ഇരുട്ടിൽ കടുവയ്ക്ക് കാഴ്ചശക്തി കൂടുതലാണ്. എനിക്കാണെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല. ഞാൻ ഗുഹയുടെ പുറത്തുള്ള വലിയൊരു പാറയുടെ മറവിലേക്ക് മാറി നിന്നു. ഞാൻ വന്ന വഴിയിലെ മണ്ണിലേക്ക് വെറുതെ ഒന്ന് നോക്കി. അവിടെ എൻ്റെ ബൂട്ടിൻ്റെ പാടുകൾക്ക് കൃത്യം മുകളിലായി ആ വലിയ കടുവയുടെ കാൽപ്പാടുകൾ പുതിയതായി പതിഞ്ഞിരിക്കുന്നു. അവൾ ആ ഗുഹയ്ക്കുള്ളിലല്ല. ഞാൻ താഴ്വരയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ നിമിഷം മുതൽ അവൾ എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാനില്ലാത്ത സമയം നോക്കി അവൾ എൻ്റെ പുറകിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നെഞ്ചിരിപ്പ് പലമടങ്ങ് വർദ്ധിച്ചു. പെട്ടെന്ന് എനിക്ക് മുകളിലായുള്ള ഒരു വലിയ കരിങ്കൽ പാറയുടെ മുകളിൽ നിന്നും ചെറിയൊരു കല്ല് അടർന്നു താഴേക്ക് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. വളരെ പതുക്കെ ഞാൻ തലമുകളിലേക്ക് ഉയർത്തി. 12 അടി മുകളിലായി ആ കരിങ്കൽ പാറയുടെ അറ്റത്ത് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ആ നരഭോജി നിൽക്കുന്നു. അവളുടെ ശരീരം താഴേക്ക് കുതിക്കാൻ പാദത്തിൽ പതുങ്ങിയിരിക്കുന്നു. അവളുടെ വായ അല്പം തുറന്നിരുന്നു. പല്ലുകൾ നഷ്ടപ്പെട്ട ആ വലിയ താടിയെല്ലുകൾ അപ്പോഴും ഒരു ഭീഷണിയാണ്. ആ മഞ്ഞക്കണ്ണുകളിൽ ഒരു മനുഷ്യനെ കീറി മുറിക്കാനുള്ള കൊടിയ ആർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ചാടാൻ പോവുകയാണ്.
എൻ്റെ മേലേക്ക് പതിക്കാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം. എനിക്ക് തോക്കുയർത്തി ഉന്നം പിടിക്കാൻ പോലും സമയമില്ല. ആ മരണം എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന നിമിഷത്തിൽ ഞാൻ റൈഫിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സർവ്വശക്തിയുമെടുത്ത് കാഞ്ചി വലിച്ചു. വലിയൊരു വെടിയൊച്ച താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചു. തോക്കിൽ നിന്നുള്ള തീപ്പൊരി നേരിട്ട് അവളുടെ മുഖത്തേക്ക് അടിച്ചതുകൊണ്ട് അവളുടെ കുതിപ്പിൻ്റെ ഗതി തെറ്റി. അവൾ താഴേക്ക് തെറിച്ചു വീണു. എന്നാൽ ഭാഗ്യത്തിന് എൻ്റെ മേലല്ല, മറിച്ച് കുറച്ചു മാറിയുള്ള പാറകളിലേക്ക്. ഞാൻ ഉടൻ തന്നെ പുറകോട്ട് നിരങ്ങി. തൊട്ടു പിന്നിലായി 2 വലിയ പാറകൾക്കിടയിൽ ഒരു ചെറിയ വിടവുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഇഴഞ്ഞു കയറി. തൊട്ടടുത്ത നിമിഷം ആ നരഭോജി എൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. അവൾ ആ വിടവിലൂടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ വലിയ ശരീരം ആ പാറകൾക്കിടയിൽ കുടുങ്ങിപ്പോയി. അവൾ ഗർജിച്ചുകൊണ്ട് തൻ്റെ മുൻകാർ ഉപയോഗിച്ച് എന്നെ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. എൻ്റെ ഷർട്ട് കീറി നെഞ്ചിൽ മുറിവുകളുണ്ടായി. കുറച്ചു നേരത്തെ ഭ്രാന്തമായ ശ്രമങ്ങൾക്ക് ശേഷം അവൾ പിന്മാറി. അവൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ ആ വിടവിന് തൊട്ടുപുറത്തായി കാവൽ കിടന്നു. സമയം ഇരുട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഈ പാറകൾക്കിടയിലിരുന്നാൽ തണുപ്പുകൊണ്ട് ഞാൻ മരിച്ചു പോകും. അതിനു മുൻപേ പുറത്തു കിടക്കണം. അപ്പോഴാണ് എൻ്റെ തലയ്ക്ക് മുകളിലായി പാറയുടെ മുകളിലേക്ക് തുറക്കുന്ന ഒരു ഇടുങ്ങിയ വിടവ് ഞാൻ കണ്ടത്. ഞാൻ വളരെ പതുക്കെ, ഒച്ചയുണ്ടാക്കാതെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഓരോ ഇഞ്ചും വേദന നിറഞ്ഞതായിരുന്നു. ഒടുവിൽ ഞാൻ പാറയുടെ മുകളിൽ എത്തിച്ചേർന്നു. താഴെ ഗുഹയുടെ മുൻപിലായി അവൾ അപ്പോഴും കാവൽ കിടക്കുകയാണ്. എൻ്റെ തോക്ക് അവരുടെ മുൻകാലുകൾക്ക് താഴെ കിടക്കുന്നു. തോക്കില്ലാതെ എനിക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. അപ്പോഴാണ് ഞാനൊരു വലിയ അത്ഭുതം കണ്ടത്. മുകളിൽ വളരെ അസ്ഥിരമായി നിൽക്കുന്ന വലിയൊരു കരിങ്കൽ പാറ. ഒരു മനുഷ്യൻ ശക്തിയോടെ തള്ളിയാൽ അത് താഴേക്ക് പതിക്കും. അത് നിൽക്കുന്നത് കൃത്യം താഴെ കിടക്കുന്ന നരഭോജിയുടെ തലയ്ക്ക് മുകളിലാണ്. ഞാൻ സർവശക്തിയുമെടുത്ത് ആ പാറ തള്ളി. വലിയ ശബ്ദത്തോടെ ആ പാറ താഴേക്ക് പതിച്ചു. കല്ല് പതിക്കുന്നതിന് മുൻപ് അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും തകർന്ന പിൻകാലിൻ്റെ വേദന കാരണം അവൾക്ക് വേഗത്തിൽ മാറാൻ കഴിഞ്ഞില്ല. വലിയൊരു ഇടിമുഴക്കത്തോടെ പാറ നിലത്തടിച്ചു. ആ പൊടിപടലങ്ങൾക്കിടയിൽ അവൾ പരിക്കേറ്റ് കിടക്കുകയാണ്. ഞാൻ വേഗത്തിൽ താഴേക്കിറങ്ങി റൈഫിൾ കൈക്കലാക്കി. ആ പുകമറ അടങ്ങും മുൻപേ ഞാൻ തോക്കുമായി എഴുന്നേറ്റ് നിന്നു. പൊടിപടലങ്ങൾ അടങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അവൾ തകർന്ന പിൻകാലുമായി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കിനിയും എഴുന്നേറ്റ് ആക്രമിക്കാൻ കരുത്തുണ്ട്. അവൾ എന്നെ നോക്കി ഗർജിച്ചു. അവൾ എൻ്റെ നേർക്ക് അവസാനത്തെ കുതിപ്പിനായി തയ്യാറെടുത്തു. 20 അടി ദൂരത്തിൽ ഞാൻ എൻ്റെ റൈഫിളിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തി. എൻ്റെ റൈഫിളിൻ്റെ കുഴലിന് നേരെ തൻ്റെ പരിക്കേറ്റ ശരീരത്തിൻ്റെ വേദന വകവെക്കാതെ പാഞ്ഞെടുക്കുന്ന ആ നരഭോജിയുടെ അവസാനത്തെ കുതിപ്പ്. 700 പൗണ്ട് ഭാരമുള്ള ഒരു വലിയ മൃഗം ജീവന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൻ്റെ വേഗത മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്. എനിക്ക് മുൻപിൽ വെറും 15 അടി ദൂരത്തിൽ അവളെത്തിയ ആ നിമിഷത്തിൽ യാതൊരു പതർച്ചയുമില്ലാതെ ഞാൻ തോക്കിൻ്റെ കാഞ്ചി പിന്നിലേക്ക് വലിച്ചു. കരിമ്പാറ താഴ്വരയെ ഒന്നാകെ നടുക്കിക്കൊണ്ട് റൈഫിളിൽ നിന്നുള്ള ആദ്യത്തെ വെടിയുണ്ട പുറത്തേക്ക് ചീറിപ്പാഞ്ഞു. അത് കൃത്യമായി അവളുടെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറിയത്. എന്നാൽ ആ വലിയ ആഘാതത്തിലും അവളുടെ ഓട്ടത്തിൻ്റെ വേഗത കുറഞ്ഞില്ല. വെടിയേറ്റ വേദനയിൽ അവൾ കൂടുതൽ ഉച്ചത്തിൽ അലറി. അവളുടെ വലിയ മുൻകാലുകൾ എന്നെ ലക്ഷ്യമാക്കി നേടുകയാണ്. ഇനി എൻ്റെ കയ്യിലുള്ളത് ഒരൊറ്റ വെടിയുണ്ട മാത്രം. അത് ലക്ഷ്യം തെറ്റിയാൽ അടുത്ത നിമിഷം ആ നരഭോജിയുടെ പിടിയിൽ എൻ്റെ ജീവൻ അവസാനിക്കും. അവൾ എനിക്ക് മുൻപിൽ വെറും 2 അടി ദൂരത്തിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ തോക്കിൻ്റെ രണ്ടാമത്തെ കുഴലിൻ്റെ കാഞ്ചി വലിച്ചു. പോയിന്റ് ബ്ലാങ്കിൽ വളരെ അടുത്തുനിന്നും ഉതിർത്ത ആ രണ്ടാമത്തെ വെടിയുണ്ട കൃത്യമായി അവളുടെ തലയോട്ടി പിളർത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കയറി. വലിയൊരു മരത്തടി താഴേക്ക് വീഴുന്നത് പോലെ യാതൊരു ജീവനുമില്ലാതെ അവളുടെ ഭാരമുള്ള ശരീരം എൻ്റെ കാൽക്കീഴിലേക്ക് വന്ന് പതിച്ചു. അവളുടെ തല എൻ്റെ ബൂട്ടുകളിൽ തട്ടിയാണ് നിന്നത്. ആ താഴ്വരയിലെ ഉണങ്ങിയ മണ്ണിലേക്ക് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. എൻ്റെ തോക്കിൽ നിന്നും അപ്പോഴും വെടിമരുന്നിൻ്റെ നേർത്ത പുക പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കരിമ്പാറ താഴ്വര പെട്ടെന്ന് വലിയൊരു നിശബ്ദതയിലേക്ക് വഴുതി വീണു. എൻ്റെ ശ്വാസം ഒരു വലിയ ശബ്ദത്തോടെ പുറത്തേക്ക് വന്നു.
ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് ഇതൊരു വിജയത്തിൻ്റെ നിമിഷമാണെങ്കിലും വലിയൊരു ആശ്വാസമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രുദ്രഗിരിയിലെ പാവപ്പെട്ട ഗ്രാമീണരുടെ പേടി സ്വപ്നം, 32 മനുഷ്യരെ കൊന്നൊടുക്കിയ ആ കൊടും നരഭോജി എൻ്റെ കാൽ കീഴിൽ ഇതാ ജീവനിട്ട് കിടക്കുന്നു. ഞാൻ തോക്കിൽ പുതിയ തിരകൾ നിറച്ച ശേഷം അവിടെ തന്നെയുള്ള വലിയൊരു പാറയിലേക്ക് ചാരിയിരുന്നു. കുറച്ചുനേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ പതുക്കെ അവളുടെ ശരീരത്തിനടുത്തേക്ക് നടന്നു. നിലാവെളിച്ചത്തിൽ ഞാൻ ആ ശരീരം സൂക്ഷ്മമായി പരിശോധിച്ചു. വളരെ മനോഹരമായ കരുത്തുറ്റ ഒരു ശരീരം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മൃഗം സ്വാഭാവികമായ ഇരകളെ വിട്ട് മനുഷ്യനെ വേട്ടയാടുന്ന നരഭോജിയായി മാറിയത്? എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഞാൻ എൻ്റെ വേട്ടക്കത്തി ഉപയോഗിച്ച് അവളുടെ വവായ പതുക്കെ തുറന്നു പരിശോധിച്ചു. ഞാൻ ഊഹിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. അവരുടെ വായിലെ മുൻനിരയിലുള്ള വലിയ ദംഷ്ടകൾ പൂർണ്ണമായും ഒടിഞ്ഞുപോയിരുന്നു. ഇരയുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി ഒറ്റയടിക്ക് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ കടുവകൾ ഉപയോഗിക്കുന്നത് ഈ നീണ്ട പല്ലുകളാണ്. മാസങ്ങൾക്ക് മുൻപ് കട്ടിയുള്ള എല്ലുകളുള്ള വലിയൊരു കാട്ടുപോത്തിനെയോ മറ്റോ വേട്ടയാടുന്നതിനിടയിൽ സംഭവിച്ചതാകാം ഇത്. പല്ലുകൾ ഒടിഞ്ഞ ഭാഗത്തെ മോണകൾ പഴുത്ത് വലിയ വ്രണമായി മാറിയിരുന്നു. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത്. പല്ലുകൾ നഷ്ടപ്പെട്ടതോടെ അവൾക്ക് കാട്ടിലെ മറ്റു മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയാതെ വന്നു. ഇരയെ പിടിച്ചാൽ തന്നെ അതിനെ കൊന്ന് മാംസം കടിച്ചു പറിക്കാൻ ഈ പഴുത്ത മോണകൾ അവളെ അനുവദിച്ചില്ല. ദിവസങ്ങളോളം കൊടിയ പട്ടിണി കിടന്ന അവൾക്ക് മുൻപിൽ ഒട്ടും വേഗത്തിൽ ഓടാൻ കഴിയാത്ത മൃഗങ്ങളെപ്പോലെ കട്ടിയുള്ള തൊലിയോ പേശികളോ ഇല്ലാത്ത മനുഷ്യൻ ഏറ്റവും എളുപ്പമുള്ള ഇരയായി മാറി. മനുഷ്യനെ കൊന്നുഭക്ഷിക്കാൻ അവളുടെ ഒടിഞ്ഞ പല്ലുകൾ ഒരു തടസ്സമായിരുന്നില്ല. ശാരീരികമായ ഈ വലിയ വൈകല്യമാണ് അവളെക്കൊണ്ട് ഒരു നരഭോജിയായി ജീവിക്കാൻ നിർബന്ധിപ്പിച്ചത്. ഒരു മൃഗവും ജന്മനാ നരഭോജിയല്ല എന്ന് എൻ്റെ മനസ്സ് വീണ്ടും മന്ത്രിച്ചു. കാടിൻ്റെ നിയമങ്ങൾ വളരെ ക്രൂരമാണ്. കരുത്തില്ലാത്തവർ അവിടെ വേഗത്തിൽ ഇല്ലാതാകും. ജീവൻ നിലനിർത്താനുള്ള ആ മൃഗത്തിൻ്റെ അവസാനത്തെ ശ്രമമായിരുന്നു മനുഷ്യനെ വേട്ടയാടുക എന്നത്. പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ആ താഴ്വരയിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. മഞ്ഞുമൂടിയ മലനിരകളിൽ വെളിച്ചം പരന്നു. എൻ്റെ ദൗത്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഞാനെൻ്റെ തോക്കുമെടുത്ത് ആ കരിമ്പാറ താഴ്വരയുടെ മുകളിലേക്ക് രുദ്രഗിരി ഗ്രാമം ലക്ഷ്യമാക്കി പതുക്കെ നടക്കാൻ തുടങ്ങി. രുദ്രഗിരിയിലെ ഗ്രാമീണരെ കാത്തിരിക്കുന്നത് സമാധാനമുള്ള വലിയൊരു പ്രഭാതമാണ്. പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ കരിമ്പാറ താഴ്വരയിലേക്ക് വീഴാൻ തുടങ്ങി. രാത്രിയിലെ വലിയ വെടിയൊച്ചകൾ കേട്ട് ഗ്രാമത്തലവൻ രാംസിംഗും നൂറുകണക്കിന് ഗ്രാമീണരും വലിയ പന്തങ്ങളും ആയുധങ്ങളുമായി താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവരെൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ വലിയ കടുവയെ കണ്ടതും രാംസിംഗ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. റിച്ചാർഡ് സാബ്, നിങ്ങൾ അവളെ വീഴ്ത്തിയോ? രാംസിംഗ് എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ രാംസിംഗ്, ഇനിയൊരു അപകടം ഈ ഗ്രാമത്തിലുണ്ടാവില്ല. അവൾ ഇനി ഒരിക്കലും വരില്ല, ഞാൻ തളർച്ചയോടെ പറഞ്ഞു. ചുറ്റുമുള്ള മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടപ്പോൾ ആ ഗ്രാമീണർ വലിയ ശബ്ദത്തിൽ നിലവിളിച്ചില്ല. പകരം വർഷങ്ങളായി തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഭയത്തിൻ്റെ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അവർ നിശബ്ദരായി നിന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബാക്കി പത്രങ്ങൾ അവർ അവിടെ നിന്നും കണ്ണീരോടെ ഏറ്റുവാങ്ങി. ആ പെൺകടുവയുടെ ഭീമാകാരമായ ശരീരം മരത്തടികളിൽ കെട്ടി ഗ്രാമീണർ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ഗ്രാമം മുഴുവൻ ആഘോഷത്തേക്കാൾ ഉപരിയായി ഒരു വലിയ ഭാരമൊഴിഞ്ഞ ആശ്വാസത്തോടെയാണ് ആ നരഭോജിയുടെ മരണത്തെ വരവേറ്റത്. അന്ന് വൈകുന്നേരം രുദ്രഗിരിയിൽ നിന്നും മടങ്ങാൻ ജീപ്പിൽ കയറുമ്പോൾ രാംസിംഗ് എൻ്റെ കൈകളിൽ പിടിച്ചു ചോദിച്ചു, സാം, എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത്? ഞങ്ങളോട് അവൾക്ക് അത്രയ്ക്ക് പകയുണ്ടായിരുന്നോ? അല്ല രാംസിംഗ്, അത് പകയായിരുന്നില്ല. അത് കേവലം ഒരു മൃഗത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു. പ്രകൃതിയിൽ ഒരു മൃഗത്തിനും സ്വയം ഇരയെ വേട്ടയാടാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവൾ പിന്നീട് വരുന്നത് മനുഷ്യൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അത് അവളുടെ തെറ്റല്ല, മറിച്ച് പ്രകൃതിയുടെ ബാലൻസിങ്ങിൽ വന്ന ഒരു ചെറിയ പിഴവാണ്. അവൾക്ക് പല്ലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾക്ക് മറ്റ് മൃഗങ്ങളെ കൊന്നു തിന്നാൻ സാധിക്കുമായിരുന്നില്ല. ജീവൻ നിലനിർത്താൻ അവൾക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല, ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു. ജീപ്പ് ഹിമാലയൻ മലനിരകളിലെ കോടമഞ്ഞിലേക്ക് പതുക്കെ മറഞ്ഞു. രുദ്രഗിരി എന്ന ചെറിയ ഗ്രാമത്തിന് മുകളിൽ വർഷങ്ങൾക്ക് ശേഷം വലിയൊരു സമാധാനം വിടർന്നു നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, വേട്ടക്കാരനായ റിച്ചാർഡിൻ്റെ
രുദ്രഗിരിയിലെ നരഭോജിയെക്കുറിച്ചുള്ള ഈ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരു മൃഗം എന്തുകൊണ്ട് നരഭോജിയായി മാറുന്നു എന്നതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിലെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അനാവശ്യമായ ഭയവും നാടകീയതയും മാറ്റിവെച്ച് കാടിൻ്റെയും മൃഗങ്ങളുടെയും ജീവിതത്തിലെ വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഇവിടെ നമ്മൾ പങ്കുവച്ചത്. മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുന്നത് പക കൊണ്ടല്ല, മറിച്ച് അവയുടെ അതിജീവനത്തിന് വേണ്ടി മാത്രമാണ്. കാടിനെ സ്നേഹിക്കുകയും പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മികച്ച കഥകൾ തുടർന്നും കേൾക്കാൻ SVTV സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാടിൻ്റെ മറ്റൊരു ഭയാനകമായ വേട്ടക്കഥയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.